വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026 ബാച്ചിന്റെ അസൈൻമെന്റ് സമർപ്പിക്കുന്ന ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അസൈൻമെന്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2026 ജൂലൈ ബാച്ചിന്റെ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി നമ്മളിപ്പോൾ അസൈൻമെന്റ് PDF രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാറാണ് പതിവുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അതായത് ഒരുപാട് ഏജ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മാത്രം നമുക്ക് അസൈൻമെന്റ് ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷെ എല്ലാവരും ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് അസൈൻമെന്റ് നിങ്ങളുടെ സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അസൈൻമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ വരുന്നുണ്ട്. അതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോർമലി ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീണ്ടും ശ്രദ്ധിക്കുക. എല്ലാവർക്കും തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും അതല്ല ഓഫ്ലൈനായിട്ടാണെങ്കിൽ കൂടി നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ആ ഒരു വീഡിയോസ് ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും വീഡിയോസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റ് ഏത് രൂപത്തിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് റിട്ടേൺ ചെയ്ത് PDF രൂപത്തിലേക്ക് മാറ്റി അത് ഷെയർ ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്